വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഹോൾ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ KSEB AE അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അതേപോലെ എക്സ്ട്രീം പോളി പോലുള്ള എക്സാംസിന് എത്ര പേരാണ് എക്സാം എഴുതിയേക്കുന്നതിന്റെ കാര്യങ്ങളും അതേപോലെ സബ് എഞ്ചിനീയറിന് ഇന്റർവ്യൂ ഒഴിവാക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് എന്താ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോകാം. അതിന്റെ റിപ്ലൈ ആർട്ടി കൊടുത്തപ്പോൾ അതിന്റെ റിപ്ലൈ കിട്ടിയതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ എന്താ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 14,583 പേരാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 14,583 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് കൺഫർമേഷൻ കൊടുത്ത എത്ര പേര്? 11,743 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മളുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം എഴുതിയത് വെറും 8,759 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം എഴുതിയിട്ടുള്ളൂ. ഓക്കെ, 8,750 ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 5,800 ഏകദേശം 6,000 ആൾക്കാർ എന്ത് ചെയ്യാം, ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് എക്സാം അപ്ലൈ ചെയ്തതും എക്സാം എഴുതിയതും തമ്മിൽ. ഈ 6,000 എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു എന്താ പറയണ്ട നമ്പറാണ് എക്സാം എഴുതാത്തത് സംബന്ധിച്ചിടത്തോളം. അതേപോലെ 8,759 എക്സാം പഠിച്ചിട്ട് എഴുതിയവരുണ്ട് എന്ത് ചെയ്യാം, ഒരു 5,000 4,000 റേഞ്ചിൽ മാത്രമേ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിൽ. ഇനിയിപ്പോ നേരെ മറിച്ച് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിലിപ്പം 4,361 പേരാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തേക്കുന്നത്. 4,361 പേര്. അപ്പൊ അതിൽ 3,230 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിലിപ്പം എക്സാം അറ്റൻഡ് ചെയ്തവരെന്ന് വെച്ച് കഴിഞ്ഞാല് വെറും 2,564 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, എക്സാം അറ്റൻഡ് ചെയ്തേക്കുന്നത്. 2,564 പേരാണ് എക്സാം അറ്റൻഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KSEB ലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി ഏകദേശം 23,885 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷെ കൺഫർമേഷൻ കൊടുത്തത് എത്ര? വെറും 18,078 പേര് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, 18,078 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലിപ്പം എക്സാം എഴുതിയവരെ കണക്ക് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ 13,159 പേരാണ് എക്സാം എഴുതിയേക്കുന്നത്. നോക്ക്, ഇവിടെ തന്നെ ഒരു 10,000 ഡിഫറൻസ് വന്നില്ലേ? ഇവിടെ തന്നെ 10,000 ഡിഫറൻസ് വന്നില്ലേ? ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇതിൽ ഈ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആരും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതിയോണ്ട് അതിന്റെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോ കാരണം വെച്ചാൽ അതുകൊണ്ട് ഈ ഒരു 23 എന്നുള്ള നമ്പറിലേക്ക് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരെ എന്ത് ചെയ്യാം, KSEB ഇലക്ട്രോണിക്സ് ആരും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഡിഫറൻസ് ഇവിടെ 10,000 എന്നുള്ള ഡിഫറൻസ് വന്നതുകൊണ്ട് മേ ബി അവിടെ എന്താ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, 18,078 പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. പക്ഷെ അതിൽ എന്ത് ചെയ്തേക്കുന്നത്, എക്സാം അറ്റൻഡ് ചെയ്തേക്കുന്നത് വെച്ചാൽ 13,189 പേരാണ് എക്സാം അറ്റൻഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം ലക്ഷൻ പോളിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13,648 പേരാണ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. 13,648 പേര് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ കൺഫർമേഷൻ കൊടുത്തേക്കുന്ന 9,991 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. 9,991 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. പക്ഷേ ഇതിലിപ്പോ എക്സാം എഴുതിയ നമ്പർ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. 5,845 പേരാണ് എക്സാം എഴുതിയേക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തവരൊക്കെ അവരെ പകുതി നമ്പർ എന്നുള്ള രീതിയിൽ 5,500 പറയുമ്പോൾ അല്ല 6,000 സംതിങ് ആണ് പകുതി വരുന്നത്. പകുതിയിലധികം ആൾക്കാർ എന്ത് ചെയ്യാ, അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു നമ്പർ എന്ന് കാണിക്കുന്നത്. 5,845 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, എക്സാമിന് എക്സാം അറ്റൻഡ് ചെയ്ത വെറും നമ്പർ 5,845 പേര് എക്സാമിന് അവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വേക്കൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കേസിൽ 31 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് RT കൊടുത്തപ്പോൾ 31 രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അതേപോലെ KSEB കേസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ RT എല്ലാത്തിലും കൊടുത്തപ്പോഴും എന്ത് ചെയ്യാം, 5 AD ആയിരിക്കും 6 ബാക്കിയുള്ള 190 വേക്കൻസി എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതേപോലെ ലക്ഷൻ പോളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. 3 വേക്കൻസിയാണ് ലക്ഷൻ പോളിന്റെ കേസിൽ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതേപോലെ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയ്ക്ക് നിലവിൽ ഇന്റർവ്യൂ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്, PSC വഴി RT നമുക്ക് കിട്ടിയേക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ എന്ത് ചെയ്യാം, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ ഇന്റർവ്യൂ എന്തുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ. ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ ഇന്റർവ്യൂ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സബ് എഞ്ചിനീയറിന് ഇന്റർവ്യൂ ഒഴിവാക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ
അതിന്റെ ആർട്ടി കൊടുത്തപ്പോ നമുക്കൊന്ന് എന്താ സബ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് നിലവിൽ ഇന്റർവ്യൂ ഒഴിവാക്കിയിട്ടില്ല എന്ന രീതിയിലാണ് റിപ്ലൈ വന്നേക്കുന്നത്. ഓക്കെ. അപ്പോ അതിൽ കുറെ പേരൊക്കെ എന്താ ഇന്റർവ്യൂ ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊക്കെ പോയി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോ നിലവിൽ ഇന്റർവ്യൂ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള റിപ്ലൈ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ. ഓ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോ നമുക്കൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.